ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മെത്തേഡ്സ് ടു ഇംപ്രൂവ് തെർമൽ എഫിഷ്യൻസി ഓർ സൈക്കിൾ എഫിഷ്യൻസി ഓഫ് ബ്രൈറ്റൺ സൈക്കിൾ എന്നുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സിമ്പിൾ ബ്രൈറ്റൺ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 30% താഴെ മാത്രമാണ്. അപ്പോൾ ഈ ഒരു 30% താഴെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ടർബൈൻസ് തീർച്ചയായും ഹൈലി ഇൻഎഫിഷ്യൻറ്റുമാണ്. അതിലുപരി എന്താണ്, അൺഎക്കണോമിക്കലുമാണ് അതിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ തെർമൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ കൂട്ടാന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഒരു ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിളും അതുപോലെ ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച എന്തായിരുന്നു, ഒരു ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിൾ ആയിരുന്നു അല്ലേ. അപ്പോൾ ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിൾ ഈ ഒരു ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിളുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. ദെൻ നമുക്ക് നോക്കാം എന്തൊക്കെ മെത്തേഡിലൂടെയാണ് തെർമൽ എഫിഷ്യൻസി ബ്രൈറ്റൺ സൈക്കിളിൻ്റെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എയർപ്ലെയിൻ്റെ എഞ്ചിൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്തായിരുന്നു, ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഓപ്പൺ ടർബൈൻ സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ ഫീച്ചേഴ്സ്? അവിടെ 3 കോമ്പണൻസും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഏത് കോമ്പണൻ്റാണ് മിസ്സിങ് വരുന്നത്? കംപ്രസർ ഉണ്ട്, കമ്പസ്റ്റൻ ചാമ്പർ ഉണ്ട്, ടർബൈൻ ഉണ്ട് അല്ലേ. ഇത് മൂന്നും എസെൻഷ്യൽ ആണ് ഒരു ഗ്യാസ് ടർബൈൻ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആകുമ്പോൾ മിസ്സിംഗ് ആയിട്ട് വരുന്നത് ഒരു കൂളിംഗ് ചേമ്പർ ആയിരിക്കും. ഓക്കെ, ഒരു കൂളിംഗ് ചേമ്പർ ഇവിടെ സാധാരണ ഗതിയിൽ ഉണ്ടാകും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചത് എന്തായിരുന്നു, ഇവിടെ ഒരു കൂളിംഗ് ചേമ്പർ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു കൂളിംഗ് ചേമ്പർ? ഈ ടർബൈൻ്റെ എക്സോസ്റ്റിലുള്ള ഹൈ ടെമ്പറേച്ചർ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറച്ചിട്ട് കൂൾ ചെയ്തിട്ട് കംപ്രസറിലേക്ക് കൊടുക്കാനായിരുന്നു ഇവിടെ ഒരു കൂളിംഗ് ചേമ്പർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂളിംഗ് ചേമ്പർ ഉണ്ടാകില്ല എന്ന് അറിഞ്ഞിരിക്കാം. നമ്മൾ ഇന്നലെ പഠിച്ച ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്തായിരുന്നു, ഈ ഒരു ടർബൈൻ്റെ എക്സോസ്റ്റ് നേരെ കൂളിംഗ് ചേമ്പറിലേക്ക് കൊടുത്തിട്ട് അത് കംപ്രസറിലേക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത് അല്ലേ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു, അതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് ആക്ട് ചെയ്യും. ഓൾറൈറ്റ്, ഇനി നമുക്കിവിടെ പഠിക്കേണ്ടത് ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിളും ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിളും എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഒരു ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിൾ ആയിരുന്നു. സോ ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് ടി എസ് ഡയഗ്രാം വെച്ചിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ടി എസ് ഡയഗ്രാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ ഈ ഒരു 1, 2, 3, 4 ഈ 4 പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ 1, 2 ഡാഷും അതുപോലെ 4 ഡാഷും ഇപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 4 പ്രോസസ്സുകൾ ഉണ്ടല്ലോ. ആ പ്രോസസ്സുകളാണ് എന്ത്, ഒരു ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിളിൽ ഉണ്ടാകുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിളിൽ എന്തായിരിക്കും വ്യത്യാസം വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇവിടെ 1 ഉണ്ട്, കംപ്രസറിൻ്റെ ഇൻലെറ്റ് കാരണം 1 ആണ്. ഓക്കെ, 1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് 1 to 2. പക്ഷേ ആക്ച്വലി നമുക്ക് തിയററ്റിക്കലി ഇങ്ങനെ പറയാമെങ്കിലും, അതായത് ഐസെൻട്രോപിക് കംപ്രഷൻ എന്നൊക്കെ പറയാമെങ്കിലും പ്രാക്ടിക്കലി ഈ ഒരു ഐസെൻട്രോപിക് കംപ്രഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ ഒരിക്കലും പോസിബിൾ ആവില്ല. അപ്പോൾ എന്ത് കംപ്രഷൻ ആയിരിക്കും സാധാരണ നടക്കുക? ഇറിവേഴ്സിബിൾ കംപ്രഷൻ ആയിരിക്കും നടക്കുക. കാരണം എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആക്ച്വൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറിവേഴ്സിബിൾ കംപ്രഷൻ ആയിരിക്കും. കാരണം റിവേഴ്സിബിൾ കംപ്രഷൻ ആകുമ്പോൾ മാത്രമാണ് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടുക. അപ്പോൾ ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, എൻട്രോപ്പി കൂടും. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് റിവേഴ്സിബിൾ കംപ്രഷൻ കിട്ടാത്തതെന്ന് വെച്ചാൽ അവിടെ എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രൈമർലി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ് കൊണ്ടാണ് ഇവിടെ എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാകാൻ കാരണം എന്ന് അറിഞ്ഞിരിക്കുക. സോ ഞാൻ ഈ ഒരു ആക്ച്വൽ സൈക്കിളിലും അതുപോലെ ഐഡിയൽ സൈക്കിളിലും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സൈക്കിളുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രോസസ്സ് എന്നുള്ളത്. സോ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് 1, 2 ഡാഷ് ആണ്. ഓക്കെ, 1, 2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡാഷ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. 2 ഡാഷ് അതുപോലെ 4 ഡാഷ് എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആക്ച്വൽ പ്രോസസ്സാണ് നമ്മൾ ഡാഷ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ 1, 2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, ഇറിവേഴ്സിബിൾ അതായത് എല്ലാ റിയൽ പ്രോസസ്സും എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഓക്കെ, എല്ലാ റിയൽ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഐഡിയൽ പ്രോസസ്സ് മാത്രമാണ് എന്ത്, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1, 2 ഡാഷ് ആണ് എന്ത്, ഇറിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. അവിടെ എൻട്രോപ്പി ജനറേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, കംപ്രഷൻ ഇറിവേഴ്സിബിൾ ആയിട്ടായിരിക്കും നടക്കുക. സോ ഈ 2 ഡാഷ് എന്നുള്ള പോയിന്റിലെത്തി. ദെൻ 2 ഡാഷ് to 3 എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ. അതിന് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ 2 ഡാഷ് to 3 ആസ് യൂഷ്വൽ തന്നെ. പിന്നെ വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 to 4 ഡാഷ് ആണ് എന്ത്, ആക്ച്വൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ 3 to 4 ഡാഷ് ആണ് ആക്ച്വൽ ഐഡിയൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ അല്ല, സോറി 3 to 4 ഡാഷ് ആണ് എന്ത്, ഇറിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതായത് ഒരു ആക്ച്വൽ സൈക്കിളിൽ സംഭവിക്കുന്നത് എന്താണ്, 3 to 4 ഡാഷ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, 3 to 4 ഡാഷ് ആണ് ഒരു
ആക്ച്വൽ സൈക്കിളിൽ സംഭവിക്കുക. എന്നാൽ ഒരു ഐഡിയൽ സൈക്കിളിൽ എന്താ സംഭവിക്കുക? 3 to 4, അതായത് ഐഡിയൽ ഐസോട്രോപിക് എക്സ്പാൻഷനാണ്. സോ അതൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും 3 to 4 എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ഉണ്ടാവുന്നത്? ഈ ഒരു 3 to 4 എന്നുള്ള എൻട്രോപ്പി ജനറേഷൻ കൂടാൻ കാരണം എന്താണ്? ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3 to 4 എന്നുള്ള ഇറിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ കിട്ടുന്നത്. ഓൾറൈറ്റ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ആക്ച്വൽ കേസിൽ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാകും. ഐസെൻട്രോപിക് കംപ്രഷനും അതുപോലെ ഐസെൻട്രോപിക് എക്സ്പാൻഷനും ഡീവിയേഷൻ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് മെത്തേഡ്സ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് തെർമൽ എഫിഷ്യൻസി ഓഫ് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ പ്ലാന്റ്. അതായത് ഗ്യാസ് ടർബൈനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലുള്ള ഫസ്റ്റ് മെത്തേഡാണ് എന്ത്? ഇന്റർകൂളിംഗ് എന്നുള്ളത്. ദെൻ എന്താണ്? റീഹീറ്റ്, റീജനറേഷൻ. സോ ഇങ്ങനെ 3 മെത്തേഡാണ് എന്ത്? ഗ്യാസ് ടർബൈൻസിന്റെ തെർമൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? സ്റ്റീം പവർ പ്ലാന്റിന്റെ അല്ലെങ്കിൽ റാങ്കിൻ സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള റീഹീറ്റും റീജനറേഷൻ ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡുമായിട്ട് സിമിലർ തന്നെയാണ് ഇവിടെയും. അപ്പോൾ അതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നോട്ട് ചെയ്തിട്ട് തന്നെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മറക്കാതിരിക്കാനും എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതാൻ സാധിക്കുന്നതുമാണ്. ഓൾറൈറ്റ്, സോ നമുക്ക് നോക്കാം എന്താണ് ഇന്റർകൂളിംഗിൽ വരുന്ന ഓപ്പറേഷൻ എന്നുള്ളത്, എങ്ങനെയാണ് അതിലൂടെ ഇതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഒരു സിമ്പിൾ ഗ്യാസ് ടർബൈനിൽ എന്തായിരുന്നു? സിംഗിൾ കംപ്രസർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്റർകൂളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 2 കംപ്രസർ യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഒരു ലോ പ്രഷർ കംപ്രസറും ഉണ്ട്, അതുപോലെ ഒരു ഹൈ പ്രഷർ കംപ്രസറും ഉണ്ട്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ഹൈ പ്രഷർ റേഷ്യോ അച്ചീവ് ചെയ്യണം. ഓക്കെ, ഹൈ പ്രഷർ റേഷ്യോ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഔട്ട്ലെറ്റിൽ പ്രഷറോട് കൂടി എയറിനെ ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താണ്? സിംഗിൾ സ്റ്റേജിൽ, അതായത് സിംഗിൾ സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു കംപ്രസർ യൂസ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ എയറിനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല, ഇല്ലെങ്കിൽ അതിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനാണ് നമ്മളിവിടെ 2 സ്റ്റേജായിട്ട് എയറിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇനീഷ്യലി നമ്മളൊരു ലോ പ്രഷർ കംപ്രസറിൽ കുറച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർകൂളർ യൂസ് ചെയ്യും. എന്തിനാണ് ഇവിടെ ഒരു ഇന്റർകൂളറിന്റെ ആവശ്യം? എന്താണെന്ന് വെച്ചാൽ സാധാരണ എയറോ അല്ലെങ്കിൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഗ്യാസിന്റെ വോളിയം കൂടും അല്ലേ? അപ്പം വോളിയം കൂടുമ്പോൾ എന്താണ്? നമ്മൾ കൂടുതൽ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യേണ്ടി വരും ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു എയറിന്റെ ടെമ്പറേച്ചർ കൂടും അല്ലെങ്കിൽ ഹീറ്റ് കൂടുന്നത് നമുക്ക് ഹീറ്റിനെ ഒഴിവാക്കിയാലേ അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആ ഒരു ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മളിവിടെ ഇന്റർകൂളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർകൂളർ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞ ഗ്യാസിന്റെ വോളിയം കുറയും. പിന്നെ ആ കുറഞ്ഞ വോളിയം മാത്രം നമുക്ക് എന്താ ചെയ്താൽ മതി? കംപ്രസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയ ലോ പ്രഷർ കംപ്രസറിന് നമ്മൾ ഇന്റർകൂളർ വഴി എന്താണ് ഒരു മീഡിയം പ്രഷറുള്ള ഗ്യാസ് അല്ലെങ്കിൽ എയറിനെ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുന്നു. ആ ഒരു ഹൈ പ്രഷർ കംപ്രസറിന് എന്താണ് നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള എത്രയാണോ ഹൈ പ്രഷർ എയർ വേണ്ടത് ആ ഒരു ഡിസ്ചാർജ് പ്രഷറിലേക്ക് ആക്കിയിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യും? കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് കൊടുക്കും, ദെൻ ടർബൈനിലേക്ക് കൊടുക്കും. ഈ ഓപ്പറേഷൻസ് എല്ലാം തന്നെ ആസ് യൂഷ്വൽ ഓപ്പറേഷൻസ് തന്നെയാണ്. നോക്കാം ബാക്കി എന്തൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഓപ്പറേഷൻസ് എന്നുള്ളത്. സോ 1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പ്രഷർ കംപ്രഷൻ ആണ്. ലോ പ്രഷർ കംപ്രഷൻ. ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ കംപ്രഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഈ 1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, ഇറിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. ദെൻ 2 to 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ അല്ലേ? ഇവിടെ നമുക്ക് കൂൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹീറ്റിന് റിജക്ട് ചെയ്യണം. സോ അതാണ് 2 to 3 ഇന്റർകൂളിംഗ്. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ദെൻ എന്താണ് വരുന്നത്? നമുക്ക് 3 to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പ്രഷർ കംപ്രഷൻ. ഓക്കെ, ഇവിടെയും ഇറിവേഴ്സിബിൾ കംപ്രഷൻ തന്നെയാണ് വരുന്നത്. സോ അതാണ് 3 to 4. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അതിന് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉണ്ടാകും. സോ അതിനെ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യും? നമ്മൾ ടർബൈനിലേക്ക് കൊടുക്കുന്നു, വേണ്ട ഔട്ട്പുട്ട് എടുക്കുന്നു. ആ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആസ് യൂഷ്വൽ ഈ ഒരു ടർബൈൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഹൈ പ്രഷർ കംപ്രസറിനെയും ലോ പ്രഷർ കംപ്രസറിനെയും റൺ ചെയ്യുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ TS ഡയഗ്രം കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ TS ഡയഗ്രം ഏകദേശം അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു ഇന്റർകൂളിംഗ് വരുമ്പം TS ഡയഗ്രത്തിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് നോക്കാം. അപ്പം ബേസിക്കലി ഇന്റർകൂളിംഗിൽ എന്താണ് വരുന്നത്? ഒരു ഇന്റർകൂളർ വരികയാണ് ചെയ്യുന്നത് അല്ലേ? എവിടെയാണ് ഇന്റർകൂളർ വരുന്നത്? ഈ ലോ പ്രഷർ കംപ്രസറിന്റെയും ഹൈ പ്രഷർ കംപ്രസറിന്റെയും ഇടയ്ക്കാണ് വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ മാത്രമേ ചേഞ്ച് TS ഡയഗ്രത്തിൽ ഉണ്ടാകുള്ളൂ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കാം. കാരണം കംപ്രഷൻ പ്രോസസ്സിലാണല്ലോ ഈ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു 1 to 2 ഈ 1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പ്രഷർ കംപ്രഷൻ ആണ് അല്ലേ?
ലോ പ്രഷർ കംപ്രഷൻ, അതായത് ലോ പ്രഷർ ഇറിവേഴ്സിബിൾ കംപ്രഷൻ ആണ് ഈ 1 to 2' എന്നുള്ളത്. ഈ 1 to 2 എന്ന് പറഞ്ഞതാണ് ഐഡിയൽ കംപ്രഷൻ ആണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ ഇന്റർകൂൾ ചെയ്യുന്നു അല്ലേ. ഇന്റർകൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു 3 എന്നുള്ള സ്റ്റേറ്റിലെത്തി ഇന്റർകൂൾ ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ഈ ഡയഗ്രം നോക്കിയിട്ട് ഈ ഗ്രാഫ് നോക്കുക, എന്നാലും നിങ്ങൾക്ക് ഈ ഗ്രാഫ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഈവൻ ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് എഴുതാൻ സാധിക്കും. ദെൻ നമ്മൾ ഈ ഒരു 3 എന്നുള്ള സ്റ്റേറ്റിലെത്തി. 3 എന്നുള്ള സ്റ്റേറ്റ് എന്താണ്, ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് ആണ് അല്ലേ. അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും നമ്മൾ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകളുണ്ട്. ഒന്ന് 3 to 4 എന്ന് പറഞ്ഞതാണ് ഐഡിയൽ പ്രോസസ്സും ഇതൊരു 3 to 4' എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പ്രോസസ്സായിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സാണ് എന്ത് 3 to 4'. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 4' to 5 എന്ന് പറഞ്ഞതാണ്. 4' to 5 എന്ന് പറഞ്ഞാൽ ഹീറ്റ് അഡിഷൻ അല്ലേ. എന്ത് ഹീറ്റ് അഡിഷൻ, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ദെൻ 5 to 6 എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ അല്ലേ. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ് അല്ലെങ്കിൽ ഐഡിയൽ എക്സ്പാൻഷൻ ആണ് 5 to 6 എന്ന് പറയുന്നത്. ദെൻ 5 to 6' എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്റ്റീവ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ് എന്ത് 5 to 6' എന്നുള്ള ഈ ഒരു ഡോട്ടർ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഈ ഒരു ഇന്റർകൂളിംഗ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ബ്രൈറ്റൺ സൈക്കിളിൽ എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ പെർഫോമൻസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്, കംപ്രസർ വർക്ക് കുറയും അല്ലേ. കംപ്രസർ വർക്ക് കുറയും. എങ്ങനെയാണ് കംപ്രസർ വർക്ക് കുറയുന്നത്, നമ്മളിവിടെ രണ്ട് സിംഗിൾ സ്റ്റേജ് ആയിട്ടാണ് കംപ്രസ് ചെയ്യേണ്ട കേസെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ നോക്കാം. നിങ്ങളിവിടെ ഈ 1 to L ആണ് സിംഗിൾ സ്റ്റേജ് ആയിട്ട് നമ്മൾ കംപ്രസ് ചെയ്യേണ്ട കേസിൽ കൊടുക്കേണ്ട എനർജി എങ്കിൽ ഇവിടെ രണ്ട് സ്റ്റേജ് ആയിട്ട് കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒന്ന് ഇവിടെ ഈ ഒരു ലെങ്ത് പ്ലസ് ഈ ഒരു ലെങ്ത് ആയിരിക്കും അല്ലേ. ഈ 1 to 2 പ്ലസ് 3 to 4 ആയിരിക്കും നമുക്ക് ടോട്ടൽ കൊടുക്കേണ്ട എനർജി. സോ സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ 1 to L ആണെങ്കിൽ നമ്മളിപ്പോൾ മേ ബി ഈ ഒരു മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ 2 സ്റ്റേജിൽ കംപ്രസ് ചെയ്യുമ്പോൾ ലോ പ്രഷറും ഹൈ പ്രഷറും യൂസ് ചെയ്ത് കംപ്രസ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് വരെ നമുക്ക് എനർജി കൊടുക്കേണ്ടി വരുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ബേസിക് ഫോർ എ ഗിവൺ പ്രഷർ റേഷ്യോ നമുക്ക് കംപ്രസറിൻ്റെ വർക്ക് ഇൻപുട്ട് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ കാര്യം. ആൻഡ് ആ കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ദി കംപ്രസർ വർക്ക് ഇൻപുട്ട് ഈസ് റിഡ്യൂസ്ഡ്, ദെൻ ദി വർക്ക് റേഷ്യോ ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ കംപ്രസറിൻ്റെ വർക്ക് ഇൻപുട്ട് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വർക്ക് റേഷ്യോ കൂടും. അതെങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചോളാം. നമുക്കറിയാം വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് റേഷ്യോ ഈസ് ഗിവൺ ബൈ എന്താണ് WR. ഓക്കെ, എന്താണ് നെറ്റ് വർക്ക് ബൈ ടർബൈൻ വർക്കാണ് അല്ലേ. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് ബൈ ടർബൈൻ വർക്കാണ് അല്ലേ. ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്രസർ വർക്ക് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂമറേറ്റർ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. കംപ്രസർ വർക്ക് കുറയാന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ കൂടുകയാണ് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി വർക്ക് റേഷ്യോ കൂടും. ഇൻട്രസ്റ്റിംഗ്ലി എഫിഷ്യൻസിക്ക് എന്ത് സംഭവിക്കും, നമ്മളെല്ലാവരും വിചാരിക്കുക എഫിഷ്യൻസി കൂടുന്നതാണ്. പക്ഷേ എഫിഷ്യൻസി കൂടില്ലെങ്കിലും ഒരു കാരണവശാലും കൂടില്ല, എന്നാൽ ചെറിയ രീതിയിൽ എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളാം. നമുക്കറിയാം ഈ ഒരു സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്. ഓക്കെ, തെർമൽ എഫിഷ്യൻസി ഇത് തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ ആണ്. നെറ്റ് വർക്ക് അതായത് WT മൈനസ് കംപ്രസർ വർക്ക്, ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് അല്ലേ. അപ്പോൾ ഇനീഷ്യലി ഇവിടെ ശ്രദ്ധിച്ചോളാം, ഈ ഒരു ഫിഗറിൽ ഇനീഷ്യലി ഞാൻ കൊടുക്കേണ്ടിയിരുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കേണ്ടിയിരുന്ന ഹീറ്റ് ഇത്രയായിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണ്, രണ്ട് സ്റ്റേജ് ആയിട്ട് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എനിക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്യണം അല്ലേ. ഇത്രത്തോളം ഹീറ്റ് എനിക്ക് സപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രഷർ റേഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഹീറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയാണ്, ഈ മേലെയുള്ള കംപ്രസറിൻ്റെ വർക്ക് കുറയുന്നുമുണ്ട്, എന്നാൽ ഡിനോമിനേറ്ററിലെ ഹീറ്റ് സപ്ലൈ കൂടുന്നുണ്ട്. ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വളരെ ഫ്രാക്ഷണൽ എമൗണ്ട് ഓഫ് എന്താണ് എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യുകയാണെന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. പക്ഷേ എന്നാലും നമ്മൾ ഇന്റർകൂളിംഗ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, കംപ്രസർ വർക്ക് നമുക്ക് കുറയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഇന്റർകൂളിംഗ് ഒറ്റക്കല്ല യൂസ് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് ഇന്റർകൂളിങ്ങും അതുപോലെ റീഹീറ്റും റിജനറേഷനും ഒക്കെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ഈ രണ്ട് പോയിന്റ്സും അറിഞ്ഞിരിക്കുക. ഓൾദോ ദി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഇന്റർകൂളിംഗ്, ഇറ്റ് ഈസ് ഫോൺ ദാറ്റ് ദി ഇൻക്രീസ് ഇൻ ഹീറ്റ് ടു ബി സപ്ലൈഡ് കോസസ് ദി തെർമൽ എഫിഷ്യൻസി ടു ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിൽ ഇവിടെ തെർമൽ എഫിഷ്യൻസി കുറയുന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഇംപ്രൂവിങ് ദി പെർഫോമൻസ് ഓഫ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് ഈസ് റീഹീറ്റിംഗ്. അപ്പം റീഹീറ്റിങ്ങിലൂടെ എങ്ങനെയാണ് ഗ്യാസ് ടർബൈൻസിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇന്റർകൂളിങ്ങിൻ്റെ കേസിൽ രണ്ട് കംപ്രസേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ടർബൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ടർബൈൻസ് ആണ് ഒന്ന് ഹൈ പ്രഷർ ടർബൈനും അതുപോലെ ലോ പ്രഷർ ടർബൈനും.
സോ ഇവിടെ എന്താ ഓപ്പറേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഈ കംപ്രസറും കമ്പസ്റ്റൻ ചേമ്പറും നമ്മളെ സിമ്പിൾ ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഉള്ളതുപോലെ തന്നെ ആണ്. ഇവിടെ നിന്നും ഈ കമ്പസ്റ്റൻ ചേമ്പറിൽ നിന്നും എന്താണ് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, ഹൈ പ്രഷർ ടർബൈനിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനീഷ്യലി നമുക്ക് പാർഷ്യൽ വർക്ക് ഔട്ട്പുട്ട് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടർബൈൻ്റെ അകത്തുനിന്ന് ഗ്യാസിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ കുറച്ച് എമൗണ്ട് ഓഫ് ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതിനെടുത്തിട്ട് റീഹീറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഗ്യാസിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അതായത് കംപ്ലീറ്റ് ആയിട്ട് വർക്കിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാതെ കുറച്ച് പാർഷ്യലായിട്ട് വർക്കിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന കുറച്ച് ഹയർ എമൗണ്ട് ഓഫ് പ്രഷറുള്ള ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റീഹീറ്റ് ചെയ്യും. ഓക്കെ, then എന്ത് ചെയ്യും, നമ്മൾ ലോ പ്രഷർ ടർബൈനിലേക്ക് കൊടുക്കും. അവിടുന്ന് വീണ്ടും നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റീഹീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ റീഹീറ്റിങ്ങിൻ്റെ TS ഡയഗ്രാം എങ്ങനെ വരും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു എങ്ങനെയായിരിക്കും TS ഡയഗ്രത്തിൻ്റെ വേരിയേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് TS ഡയഗ്രത്തിൻ്റെ വേരിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കംപ്രഷൻ്റെ സ്ഥാനത്ത് യാതൊരു ചേഞ്ചും ഇല്ല, കാരണം ഇവിടെ എന്താണ്, ഇവിടെ സിംഗിൾ സ്റ്റേജ് കംപ്രഷനാണ്. ദെൻ ഇവിടെ ചേഞ്ച് വരുന്നത് എവിടെയാണ്, ടർബൈൻ്റെ സ്റ്റേജിലാണ് അല്ലേ, ടർബൈൻ പ്രോസസ്സിലാണ്. ഇവിടെ നമ്മൾ 2 സ്റ്റേജ് ആയിട്ടാണ് ടർബൈനിൽ നിന്ന് വർക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ 3 to 4 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഹൈ പ്രഷർ ടർബൈനിലുള്ള വർക്ക് എക്സ്ട്രാക്ഷൻ ആണ് 3 to 4 എന്നുള്ളത്. 3 to 4 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടർബൈനിലുള്ള ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു 4' സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതിനെ വീണ്ടും കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ചെയ്യുന്നു. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ റീഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ റീഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, പ്രഷറിന് യാതൊരു മാറ്റമില്ല, ഹീറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാത്രമാണ് ഇവിടെ നമ്മൾ റൈസ് ചെയ്യിക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് 4 to 5 അല്ലെങ്കിൽ 4' to 5 എന്നുള്ളത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും റീഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലോ പ്രഷർ ടർബൈനിൽ വെച്ചിട്ട് അഗെയിൻ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യിക്കുന്നു. സോ ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ 5 to 6 എന്നുള്ളതിൽ കാണുന്നത്. ഓക്കെ, അഗെയിൻ നമ്മൾ ഐസെൻട്രോപ്പിക്കലി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 5 to 6ഉം ആരോ ആക്ച്വൽ എക്സ്പാൻഷൻ ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ വെച്ചാൽ 5 to 6' ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് റീഹീറ്റിംഗ് സൈക്കിളിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് എന്നുള്ളത്, ഇല്ലെങ്കിൽ വർക്കിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി ഇവിടെയും നോക്കാം, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് അഗെയിൻ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടും അല്ലേ. എന്തുകൊണ്ടാണ് ഇവിടെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടാൻ കാരണം ഇവിടെ നമ്മൾ 2 സ്റ്റേജ് ഓഫ് ടർബൈനിന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് പറഞ്ഞാൽ ഈ ഒരു ഹൈ പ്രഷർ ടർബൈൻ്റെയും അതുപോലെ ലോ പ്രഷർ ടർബൈൻ്റെയും സം ആയിട്ടായിരിക്കും നമുക്ക് ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇനി എഫിഷ്യൻസിൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ഇവിടെ എന്ത് സംഭവിക്കും, കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക. എഫിഷ്യൻസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം. എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ തെർമൽ എഫിഷ്യൻസി ഈക്വൽ ടു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഓക്കെ, ഹീറ്റ് സപ്ലൈഡ് ഞാൻ Q1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ 2 സ്റ്റേജ് ആയിട്ടാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് ഹൈ പ്രഷർ ടർബൈന് വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ വീണ്ടും റീഹീറ്ററിലും ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ഹീറ്റ് സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഈ ഒരു 2 to 3 വരെയും അതുപോലെ 4 to 5 വരെയും. അപ്പോൾ ഈ 2 സ്റ്റേജിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം, ഇതാ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ റീഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളെ ഡിനോമിനേറ്റർ കൂടുകയാണ് ചെയ്യുന്നത് ഹീറ്റ് സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ആ ഒരു ഡിനോമിനേറ്റർ കൂടുന്നത് കൊണ്ട് തന്നെ, ഹീറ്റ് സപ്ലൈ കൂടുന്നത് കൊണ്ട് തന്നെ തെർമൽ എഫിഷ്യൻസി ഇവിടെയും ചെറിയ രീതിയിലൊരു കുറവ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് എന്താണ്, അതിലുപരി വർക്ക് ഔട്ട്പുട്ട് കൂടും. കാരണം എന്താണ്, ടർബൈൻ 2 സ്റ്റേജ് ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 ടർബൈൻ വർക്ക് ഔട്ട്പുട്ടിൻ്റെയും സമ്മായിട്ടായിരിക്കും നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, എഫിഷ്യൻസി കുറയെങ്കിലും വർക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓൾദോ ദി നെറ്റ് വർക്ക് ഈസ് ഇൻക്രീസ്ഡ് ബൈ റീഹീറ്റിംഗ്, ദ ഹീറ്റ് ടു ബി സപ്ലൈഡ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഓക്കെ, ഹീറ്റ് സപ്ലൈഡും കൂടുന്നു. ദെൻ ദി നെറ്റ് എഫക്ട് ക്യാൻ ബി റെഡ്യൂസ് ദി തെർമൽ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ തെർമൽ എഫിഷ്യൻസി എന്ത് സംഭവിക്കും, കുറയും. യെസ്, ടർബൈൻ വർക്ക് കൂടുന്നുണ്ടെന്ന് വെച്ചിട്ട് തെർമൽ എഫിഷ്യൻസി കൂടില്ല, അതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, തെർമൽ എഫിഷ്യൻസി ഇവിടെയും ചെറുതായിട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, the next method of improving the performance and efficiency of Brayton cycle is given by എന്താണ്, റീജനറേഷൻ പ്രോസസ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റീജനറേഷനിലൂടെ ഈ ഒരു ഗ്യാസ് ടർബൈൻസിൻ്റെ പെർഫോമൻസും എഫിഷ്യൻസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഈ കംപ്രഷൻ ചേമ്പറിനാണ് തുടങ്ങുന്നത്. ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഗ്യാസ് ടർബൈൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ എസ്പെഷ്യലി ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനിൽ റിജക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ, അതായത് ഈ ടർബൈൻ്റെ എക്സോസ്റ്റിലുള്ള എയറിന് വളരെയധികം എനർജി ഉണ്ടാക്കും. എനർജി ഉണ്ടാകുക പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഗ്യാസിനായിരിക്കും ഈ ഒരു ടർബൈൻ സറൗണ്ടിങ്ങിലേക്ക് റിജക്റ്റ് ചെയ്യുക. യൂഷ്വലി ഒരു 800, 900 അല്ലെങ്കിൽ ആ ഒരു 1000 റേഞ്ച്, 900 ഒക്കെ കെൽവിൻ ടെമ്പറേച്ചറിലുള്ള ഗ്യാസിനെയാണ്
ഈ ഒരു ടർബൈൻ്റെ എക്സോസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കുക, അത്രയും ഹീറ്റ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ ചെയ്യുന്നത്. കാരണം അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്ട് ചെയ്തതുകൊണ്ട് നമുക്ക് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. അപ്പം ഈ 800, 900 ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്കും കെൽവിനുള്ള ഹീറ്റിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ആ എയറിനെ അല്ലെങ്കിൽ ഗ്യാസിനെ ഹീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? അങ്ങനെ ഹീറ്റ് ചെയ്താൽ എന്താണ്, ഈ കമ്പസ്റ്റൻ ചേമ്പറിൽ നമുക്ക് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഫ്യൂവൽ കുറച്ച് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് അവിടെ തെർമൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള ടി എസ് ഡയഗ്രാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഈ ടർബൈൻ്റെ എക്സോസ്റ്റിലുള്ള വേസ്റ്റ് ഹീറ്റ് അല്ലേ, അത് വേസ്റ്റ് ആയി പോവാണ് സറൗണ്ടിങ്ങിലേക്ക്, അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാണ് ചെയ്യുന്നത് റീജനറേഷനിലൂടെ. അപ്പം ബേസിക്കലി വേസ്റ്റ് ഹീറ്റ് റിക്കവറിയാണ് ഈ റീജനറേഷനിലൂടെ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കംപ്രസ്ഡ് എയറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിഷ്യലി ഹീറ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ അതിനെ കംപ്രസ്ഷൻ ചേമ്പറിലേക്ക് കൊടുത്തിട്ട് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കംപ്രഷൻ പോസിബിൾ ആക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾറെഡി ഹീറ്റഡ് ആയിട്ടുള്ള എയർ വരുന്നത് കൊണ്ട് തന്നെ കംപ്രഷൻ ചേമ്പറിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഫ്യൂവലും അതുപോലെ എനർജിയും സപ്ലൈ ചെയ്താൽ മതി. ഓൾറൈറ്റ്, സോ ഇതിൻ്റെ നമുക്ക് ടി എസ് ഡയഗ്രാം പരിശോധിക്കാം എങ്ങനെ വരുന്നുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ടി എസ് ഡയഗ്രത്തിൽ റീജനറേഷനിലൂടെ നമുക്ക് എന്താണ് വേസ്റ്റ് ഹീറ്റിനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ സോ നമ്മൾ ഓൾറെഡി കംപ്രസറിനെ, അതായത് എയറിനെ കംപ്രസ് ചെയ്ത് 2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തി. ദെൻ ആ 2 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എന്ത് സംഭവിക്കും? ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ, അതായത് റീജനറേറ്റർ യൂസ് ചെയ്തിട്ട്, റീജനറേറ്റർ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അപ്പോൾ ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ 2 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 3 എന്നുള്ള സ്റ്റേറ്റ് വരെ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതായത് ഇതൊരു വേസ്റ്റ് ഹീറ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 3 വരെ അല്ലേ? അപ്പോൾ ഈ വേസ്റ്റ് ഹീറ്റ് ആഡ് ചെയ്തുകൊണ്ടാണ് 3 എന്നുള്ള സ്റ്റേറ്റ് വരെ നമുക്ക് എന്ത് കിട്ടി? ഹീറ്റ് അഡീഷൻ കിട്ടി. ബാക്കി എന്താണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് ഏകദേശം എത്ര മതി? ഈ 3 4 വരെയുള്ള ഈ ഒരു റീജിയനിലുള്ള കുറഞ്ഞ ഹീറ്റ് മാത്രം മതി നമുക്ക് ക്യൂ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് അല്ലേ? അങ്ങനെ ക്യൂ ഇൻപുട്ട് ആയിട്ട് ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് തെർമൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? കാരണം നമുക്കറിയാം തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് അല്ലേ? ഹീറ്റ് സപ്ലൈ അല്ലെങ്കിൽ ഹീറ്റ് ഇൻപുട്ട് ആണ്. സോ ക്യൂ ഇന്നോ ക്യൂ വൺ എന്ത് വേണമെങ്കിലും കൊടുക്കുക. അപ്പം ബേസിക്കലി ഇവിടെ ക്യൂ ഇന്ന് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? ശരിക്കും ആക്ച്വലി ഇത്രയും കൊടുക്കേണ്ടത് എന്താണ് 2 മുതൽ 4 വരെ കൊടുക്കേണ്ടത് 3 മുതൽ 4 വരെയിട്ട് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വർക്ക് ഔട്ട്പുട്ട് ഒന്നും കൂടുന്നില്ല, പക്ഷേ ഹീറ്റ് സപ്ലൈഡ് കുറയുന്നു. ഹീറ്റ് സപ്ലൈഡ് കുറയുന്നത് കൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടുന്നു. അങ്ങനെ ഈ 3 സൈക്കിൾസും 3 പ്രോസസ്സുകളും, അതായത് ഇന്റർകൂളിങ്ങും റീഹീറ്റും റീജനറേഷൻ ടുഗദർ ആണ് നമ്മളൊരു ഗ്യാസ് ടർബൈനിൽ ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എഫിഷ്യൻസിയും പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. തെർമൽ എഫിഷ്യൻസി ഇമ്പ്രൂവ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റിയൽ ലൈഫ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ്സിലെല്ലാം തന്നെ ഇന്റർകൂളിങ്ങും റീഹീറ്റും റീജനറേഷൻ ടുഗദർ വെച്ചിട്ടാണ് നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ടും പെർഫോമൻസും അച്ചീവ് ചെയ്യുന്നതെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഗ്യാസ് ടർബൈൻ്റെ ഒരു ടിപ്പിക്കൽ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്തുന്നത്. നിങ്ങൾ തീർച്ചയായും ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഫെമിലിയർ ആവുകയുള്ളൂ. എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓൾറൈറ്റ്, സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? കൺസിഡർ ആൻ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ഇൻ വിച്ച് ദ എയർ എൻറ്റേഴ്സ് ദി കംപ്രസർ അറ്റ് 1 bar ആൻഡ് 20 degree Celsius. അപ്പോൾ കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുന്ന എയറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 1 bar എന്നും അതുപോലെ 20 degree Celsius എന്നും തന്നിട്ടുണ്ട്. ദി പ്രഷർ ഓഫ് എയർ ലീവിംഗ് ദി കംപ്രസർ ഈസ് 3.5 bar. അപ്പം കംപ്രസറിൻ്റെ എക്സിറ്റിലെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദി ടെമ്പറേച്ചർ അറ്റ് ദി ടർബൈൻ ഇൻലെറ്റ് ഈസ് 600 degree Celsius. ഓക്കെ, അപ്പം ടർബൈൻ്റെ ഇൻലെറ്റിലുള്ള ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 600 degree Celsius ആണെന്നുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ പെർ കിലോഗ്രാം ഓഫ് എയർ. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കിലോഗ്രാം ഓഫ് എയറിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടതെല്ലാം തന്നെ പെർ യൂണിറ്റ് കിലോഗ്രാമിൻ്റെയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്നാണ് എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ. ഓക്കെ, എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടെത്തുക? അതിന് വേണ്ടത് നമുക്ക് ആകെ പ്രഷർ റേഷ്യോ ആണ് അല്ലേ? അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടെത്താവുന്നതാണ്. ദെൻ ഹീറ്റ് സപ്ലൈഡ്. ഓക്കെ, ഹീറ്റ് സപ്ലൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിച്ചാൽ മതി ഓരോ പോയിന്റ്സ് ഉള്ള. ദെൻ വർക്ക് അവൈലബിൾ അറ്റ് ദി ഷാഫ്റ്റ്, വർക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കണം. ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദി ടർബൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. കാണുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിൽ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലംസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതെ കൺസെപ്റ്റ് മനസ്സിലേക്ക് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ 1-2 പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം, എസ്പെഷ്യലി ഓട്ടോ സൈക്കിൾ, റാങ്കിൻ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഇനി നമ്മൾ പിടിക്കാൻ പോകുന്ന റെഫ്രിജറേഷൻ സൈക്കിൾ, എന്ത് സൈക്കിളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു സൈക്കിൾ വരച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മളെ ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ PV ഡയഗ്രം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 1 bar 20 degree Celsius എന്ന് പറഞ്ഞതാണ് ഈ 1 എന്നുള്ള സ്റ്റേറ്റിലെ പ്രഷറും
ടെമ്പറേച്ചറുമാണ് അല്ലേ. അതുപോലെ 3.5 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്റ്റേറ്റിലുള്ള പ്രഷറാണ് അല്ലേ. P2 ആണ് 3.5 ബാർ. പിന്നെ അതുപോലെ ടർബൈൻ്റെ ഇൻലെറ്റിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ ടർബൈൻ്റെ ഇൻലെറ്റ് പറഞ്ഞാൽ എന്താണ്, T3 ആണ് നമുക്ക് 600 ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ഈ ഒരു ഫിഗർ നോക്കിയിട്ട്. ഓൾറൈറ്റ്. സോ നമുക്ക് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുക. അത് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളാം. ഗിവൺ എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ ഡാറ്റ ആയിട്ട് തന്നിരിക്കുന്നത്, പ്രഷർ ഓഫ് എയർ എൻറ്ററിങ് അല്ലെങ്കിൽ ഇൻലെറ്റ് ഓഫ് ദി കംപ്രസർ. ഓക്കെ, പ്രഷർ ഓഫ് എയർ എൻറ്ററിങ് ഇൻ ടു ദി കംപ്രസർ എത്രയാണ്, അതാണ് നമ്മൾ P1 അല്ലേ. P1 സ്റ്റേറ്റ് P1 ഈക്വൽ ടു 1 ബാർ അല്ലേ, 1 ബാർ. ദെൻ എന്താണ്, ടെമ്പറേച്ചർ ഓഫ് അറ്റ് ഇൻലെറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് ഇൻലെറ്റ് ഓഫ് കംപ്രസർ എത്രയാണ്, T1 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്, 20 ഡിഗ്രി സെൽഷ്യസ്. അത് ഞാൻ കെൽവിനിലേക്ക് ആക്കിയിട്ടാണ് ഇവിടെ ഇരുന്നത്, കാരണം നമുക്ക് എല്ലാം തന്നെ കെൽവിനിലാണ് വേണ്ടത്. സോ 293 കെൽവിന് കിട്ടും. ദെൻ എന്താണ് പറയുന്നത്, പ്രഷർ അറ്റ് ദി എക്സിറ്റ് ഓഫ് കംപ്രസർ എത്രയാണ്, പ്രഷർ അറ്റ് എക്സിറ്റ് ഓഫ് കംപ്രസർ P2 ഈക്വൽ ടു 3.5 ബാറാണ്. ഓക്കെ, ദെൻ എന്താണ് പറഞ്ഞത്, ടെമ്പറേച്ചർ അറ്റ് ദി ടർബൈൻ ഇൻലെറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് ടർബൈൻ ഇൻലെറ്റ്. ഇവിടെ ടർബൈൻ ഇൻലെറ്റ് പറഞ്ഞാൽ എന്താണ്, E3 എന്നുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ ടർബൈൻ ഇൻലെറ്റ്. അതുകൊണ്ട് തന്നെ T3 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. എത്രയാണ്, T3 ഈക്വൽ ടു എത്രയാണ്, 873 കെൽവിൻ. ഓക്കെ, 873 കെൽവിൻ. സോ നമുക്ക് ഫസ്റ്റ് എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ കണ്ടുപിടിക്കാം അല്ലേ. എഫിഷ്യൻസി ഓഫ് സൈക്കിൾ അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ എന്തായിരുന്നു എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ 1 മൈനസ് എന്തായിരുന്നു 1 ബൈ RP റേസ് ടു, RP എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ റേഷ്യോ ആയിരുന്നു അല്ലേ, ഗാമ മൈനസ് 1 ബൈ ഗാമ. അപ്പോൾ RP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, RP എന്ന് പറഞ്ഞാൽ P2 ബൈ P1 ആയിരുന്നു. RP ദാറ്റ്സ് ഈക്വൽ ടു 3.5 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 3.5 എന്നായിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഗാമേൻ്റെ വാല്യൂ 1.4 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ CPൻ്റെ വാല്യൂ ഈക്വൽ ടു 1.005 ആണെന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. സോ ഈ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നതുകൊണ്ട് അത് തന്നെ എടുക്കുക. ഓക്കെ, സോ നിങ്ങൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൈക്കിൾ എഫിഷ്യൻസി ഏകദേശം 30 ഇല്ലെങ്കിൽ 0. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 0.30 കിട്ടും, ഇല്ലെങ്കിൽ 30% ആയിട്ട് നമുക്ക് ഇതിൻ്റെ സൈക്കിൾ എഫിഷ്യൻസി കിട്ടും. ഓൾറൈറ്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഹീറ്റ് സപ്ലൈഡ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. സോ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് സപ്ലൈഡ് കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്, ഇവിടെ ബേസിക്കലി ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഈ 2 to 3 എന്നുള്ള പ്രോസസ്സിലാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ Q1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹീറ്റ് സപ്ലൈഡ്. സോ ഹീറ്റ് സപ്ലൈഡ് കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്, Q1. ഓക്കെ, Q1 ഈക്വൽ ടു CP ഇൻറ്റു T3 മൈനസ് T2. ഓക്കെ, T3 മൈനസ് T2. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഹീറ്റ് സപ്ലൈഡ് കിട്ടും. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് T2 അൺനോൺ ആണ് അല്ലേ, അൺനോൺ ആണ് T2. എന്നാൽ ഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താണ്, ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്, ഫോർ പ്രോസസ് 1 to 2 എന്ത് പ്രോസസ്സാണ്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഐസെൻട്രോപ്പിക് റിലേഷൻ യൂസ് ചെയ്യാം. എന്താണ് ഐസെൻട്രോപ്പിക് റിലേഷൻ, T2 ബൈ P1 ഈക്വൽ ടു P2 ബൈ P1 റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്നാണ് അല്ലേ. ഇതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്താം, ഇംപ്ലൈസ് T2 ഈക്വൽ ടു T1 ഇൻറ്റു P2 ബൈ P1 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ റേഷ്യോ ആണ് അല്ലേ, RP ആണ്. RP റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. സോ ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ T2ൻ്റെ വാല്യൂ അറൗണ്ട് 419 കെൽവിൻ കിട്ടും. ഓക്കെ, 419 കെൽവിൻ. ഓൾറൈറ്റ്. ദെൻ നമുക്ക് എന്താണ് ഹീറ്റ് സപ്ലൈഡ് കാണാൻ വളരെ സിമ്പിളാണ്. എന്താണ് ഇക്വേഷൻ, CP ഇൻറ്റു T3 മൈനസ് T2 ആണ് അല്ലേ. സോ ദാറ്റ് ഇസ് കോൾഡ് CP നമുക്കറിയാം 1.005 ഇൻറ്റു T3 മൈനസ് T2. T3 എന്ന് പറഞ്ഞാൽ 873 മൈനസ് T2 എന്ന് പറഞ്ഞാൽ 419 ആണ്. സോ ഇത് ചെയ്താൽ എത്ര കിട്ടും, Q1 ഈക്വൽ ടു 456.2 കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തുന്നത് വർക്ക് അവൈലബിൾ അറ്റ് ഷാഫ്റ്റ് ആണ് അല്ലേ. വർക്ക് അവൈലബിൾ അറ്റ് ഷാഫ്റ്റ്. ഓക്കെ, ഇല്ലെങ്കിൽ നെറ്റ് വർക്ക്. ഓക്കെ, നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ, W നെറ്റ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം സൈക്കിൾ എഫിഷ്യൻസി കാണാൻ ഇക്വേഷൻ അറിയാം അല്ലേ. സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, W നെറ്റ് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് അല്ലേ, Q1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, W നെറ്റ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് നോക്കാം. W നെറ്റ് ഈസ് ഈക്വൽ ടു സൈക്കിൾ എഫിഷ്യൻസി ഇൻറ്റു Q1 ആണ് അല്ലേ. സൈക്കിൾ എഫിഷ്യൻസി നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ്, 0.3 ആണെന്ന് അറിയാം. അതുപോലെ Q1 എത്രയാണ്, നമ്മൾ തൊട്ട് മുന്നേ കണ്ടെത്തിയിട്ടുള്ളൂ, 456.2 and that is equal to
136.88 കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓൾറൈറ്റ്, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഓക്കെ, ഹീറ്റ് റിജക്റ്റഡ്. സോ ഹീറ്റ് റിജക്റ്റഡ് കണ്ടെത്താൻ ഹീറ്റ് റിജക്റ്റഡ് Q2. ഹീറ്റ് റിജക്റ്റഡ് എന്നാണ് ഈ ഒരു 4-1 പ്രോസസ്സിലാണ് അല്ലേ Q2. അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം നെറ്റ് വർക്ക് ഔട്ട്പുട്ട് W net is equal to heat added മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ് അല്ലേ. ഇതിൽ നിന്നും നമുക്ക് ഓൾറെഡി ഹീറ്റ് റിജക്റ്റഡ് അല്ലേ കണ്ടെത്തേണ്ടത്. സോ ഹീറ്റ് റിജക്റ്റഡ് ഈക്വൽ ടു നെറ്റ് ഹീറ്റ് ആഡഡ് മൈനസ് W net. ഓക്കെ, സോ ഹീറ്റ് ആഡഡ് W net നമ്മൾ ഓൾറെഡി കണ്ടെത്തിയാണ്. അത് നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഏകദേശം ഹീറ്റ് റിജക്റ്റഡ് നമുക്ക് 319 കിലോ ജൂൾ കിട്ടും. ഓക്കെ, 319 കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടുന്നതായിരിക്കും. ഓൾറൈറ്റ്, ഇനി ഈ ഒരു ഹീറ്റ് റിജക്റ്റഡ് കണ്ടെത്താൻ നമുക്ക് മറ്റൊരു എക്സ്പ്രഷൻ കൂടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഹീറ്റ് റിജക്റ്റഡ് Q2. ഓക്കെ, അപ്പോൾ ഈ ഒരു Q2 എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് അല്ലേ. അപ്പം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ കാണാനുള്ള ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താണ്, ഫോർ എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഹീറ്റ് റിജക്റ്റഡ് Q2 ഈസ് ഗിവൺ ബൈ എന്താണ്, Cp ഇൻറ്റു T4 മൈനസ് T1 ആണ് അല്ലേ. ആൻഡ് ഇതിലെല്ലാം വാല്യൂസ് നമുക്കറിയാം. Cp അറിയാം, T4 അറിയാം, അതുപോലെ T1 അറിയാം. T4 നമുക്ക് കണ്ടെത്തണം അല്ലേ. T4 നമുക്ക്, അതായത് ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദി ടർബൈൻ ആണ് T4. അത് നമുക്ക് കണ്ടെത്താം, അത് ഈസി ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കണ്ടെത്താം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് കണ്ടെത്താമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഹീറ്റ് റിജക്റ്റഡ് കണ്ടെത്താമെന്ന് മനസ്സിലാക്കുക. അത് ഏകദേശം 319 കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് T4 കണ്ടെത്തണം അതിന് മുന്നേ. അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടർബൈൻ്റെ എക്സിറ്റിലുള്ള ടെമ്പറേച്ചർ എത്രയാണുള്ളത്. സോ അതെങ്ങനെ കണ്ടെത്താൻ നമുക്ക് നോക്കാം. അഗെയിൻ, ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദി ടർബൈൻ ഈസ് T4 ആൻഡ് നമുക്കറിയാം 3-4, അതായത് പ്രോസസ് 3-4. നിങ്ങൾ ആ ഒരു PV ഡയഗ്രം കൺസിഡർ ചെയ്യുക. അതിൽ 3-4 എന്നുള്ള പ്രോസസ്സ് എന്താണ്, എന്ത് പ്രോസസ്സാണ്, ഐസെൻട്രോപിക് പ്രോസസ്സാണ് അല്ലേ. സോ നമുക്കറിയാം ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻ യൂസ് ചെയ്തിട്ട് T3/T4 is equal to പ്രഷർ റേഷ്യോ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് അറിയാം അല്ലേ. ഈ പ്രഷർ റേഷ്യോ നമുക്കറിയാം 3.5 ഇൻറ്റു 1.4 മൈനസ് 1 ബൈ 1.4 എന്ന് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1.43. അങ്ങനെ വെച്ചാൽ നമുക്ക് T4 എന്ത് ചെയ്താം, T4 ഈക്വൽ ടു T3 അല്ലേ. T3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയാണ്. എത്ര കണ്ടെത്തിയതല്ല, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നാണ് എത്രയാണെന്നുള്ളത്, 873 എന്നുള്ളത് തന്നാണ്, ഡിവൈഡ് ബൈ 1.43. സോ T3 നമുക്ക് എത്ര കിട്ടും, 610.5 കെൽവിൻ ആയിട്ട് കിട്ടും. ആൻഡ് ഈ ഒരു T4ൻ്റെ എക്സ്പ്രഷൻ നമ്മളെ തൊട്ട് മുന്നത്തെ ഹീറ്റ് റിജക്റ്റഡ് കാണാനുള്ള ഇതിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, ഹീറ്റ് റിജക്റ്റഡ് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത്, അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ഗ്യാസ് ടർബൈൻ്റെ പ്രോബ്ലംസ് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. തീർച്ചയായും നിങ്ങൾക്ക് അഡീഷണൽ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക, നമുക്കത് ചെയ്യാം. പിന്നെ ഇനി ഇതിൽ മീൻ എഫക്റ്റീവ് പ്രഷറും വർക്ക് റേഷ്യോ ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം തന്നെ കണ്ടെത്താൻ സാധിക്കും. കാരണം മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാൻ എന്താണ്, എല്ലാ പോയിന്റിലുള്ളയും പ്രഷറും അതുപോലെ വോളിയം കണ്ടെത്തിയാൽ മതി. അതുപോലെ വർക്ക് റേഷ്യോ ഓഫ് ഗ്യാസ് ടർബൈൻ കണ്ടെത്താൻ എന്താണ്, ജസ്റ്റ് ടർബൈൻ വർക്കും കംപ്രസർ വർക്കും മാത്രം അറിഞ്ഞാൽ മതി അല്ലേ, അതിൽ നിന്നും കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പരമാവധി മാക്സിമം നിങ്ങൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് ബൈ.